പ്രതിനിധി വട്ടപ്പാറ അനിൽ കൂടിയുണ്ട്. ശ്രീ അനിൽ, ഇവിടെ ഇതാ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട്. നേരത്തെ ഞങ്ങൾ കുട്ടികളുടെ പ്രതികരണങ്ങൾ പ്രേക്ഷകരെ കേൾപ്പിച്ചതുമാണ്. പക്ഷേ അധികൃതരാണ് ഇതിൽ കൃത്യമായ ഒരു തീരുമാനമെടുക്കേണ്ടത്. പ്രതീക്ഷിച്ച തരത്തിൽ തന്നെ പോർഷൻസ് കവർ ചെയ്യാൻ സാധിച്ചു എന്ന് നിഗമനം താങ്കൾക്കുണ്ടോ? അതിനനുസരിച്ച് ഈ ആദ്യപാദ പരീക്ഷ ഓണത്തിന് മുമ്പ് നടത്തുന്നതിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? ഈ പ്രതീക്ഷിച്ചതുപോലെ അധ്യാപകർക്ക് ക്ലാസ് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം സെൻസസുമായി ബന്ധപ്പെട്ട വർക്കിലായിരുന്നു അധ്യാപകരിൽ ഭൂരിഭാഗവും. എന്നാലും നമ്മളെ ഈ ഫസ്റ്റ് ടേം പരീക്ഷ നടക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു പരീക്ഷയുടെ ഒരു റിലാക്സ് ചെയ്ത് കുട്ടികൾ പരീക്ഷ എഴുതി ഇട്ട് ഓണം ആഘോഷിക്കണമെന്നുള്ള ഒരു പൊതു കാഴ്ചപ്പാടാണ് കുട്ടികളുടെ പൊതുവെ. തീർച്ചയായും കുട്ടികൾ പരീക്ഷകളെ അതിജീവിക്കാൻ പ്രാപ്തരാകണം, അത്തരം പരിശീലനം അവർക്ക് ലഭിക്കണം, അതിലൊന്നും എതിരഭിപ്രായമില്ല. പക്ഷേ ഈ ചോദ്യപേപ്പർ അത് നേരത്തെ തയ്യാറാക്കുമല്ലോ, അപ്പോൾ അത്രയും ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടാകുമോ? അല്ല, ഫസ്റ്റ് ടേം എക്സാമിനേഷൻ ആയതുകൊണ്ട് നമുക്കതൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിന് അടുത്ത ടേമിൽ കവർ ചെയ്യാൻ പറ്റും. ഫൈനൽ പരീക്ഷ അല്ലല്ലോ, ഫസ്റ്റ് ടേം ആയതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. എന്തായാലും ഒട്ടേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കുട്ടികൾ താങ്കൾ യാത്രയിലാണ് എന്ന് തോന്നുന്നു. താങ്കൾ പറയുന്നത് ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. എന്താണെങ്കിലും പരീക്ഷ നടത്തണം എന്ന അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം കുട്ടികളെ സംബന്ധിച്ചിട്ട് നേരത്തെ തിരുവനന്തപുരത്ത് നിന്നുള്ള കുട്ടികളുടെ പ്രതികരണമാണ് എങ്കിൽ ഓണപരീക്ഷയ്ക്കായി പാഠഭാഗങ്ങളെല്ലാം പഠിപ്പിച്ച് തീർത്തിട്ടുണ്ട് എന്നാണ് മലപ്പുറത്ത് നിന്നുള്ള കുട്ടികൾ പറയുന്നത്. ഓണപരീക്ഷ നിശ്ചയിച്ച സമയത്ത് തന്നെ നടത്തണം എന്ന് തന്നെയാണ് മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ അഭിപ്രായം. ഓണം പരീക്ഷാ സമ്മർദ്ദം ഇല്ലാതെ ആസ്വദിക്കണമെങ്കിൽ പരീക്ഷ കൃത്യസമയത്ത് തന്നെ നടത്തണമെന്നുള്ളതാണ് അവിടുത്തെ കുട്ടികളുടെ അഭിപ്രായം. ഇനിയിപ്പോൾ ഓണപരീക്ഷയ്ക്ക് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. നിങ്ങളെ ക്ലാസ് കുറേ അവധിയൊക്കെ ആയിട്ട് മിസ്സായല്ലോ. എന്താണ് ഓണപരീക്ഷ തവണ നീട്ടി വെക്കണോ നടത്തണം, എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ഞങ്ങൾക്ക് ക്ലാസ് തീർന്നുകണോ, എന്താ പറയുക, ക്ലാസ് എന്താ പറയുക എല്ലാ പോർഷനും തീർന്നുകണോ, റിവിഷൻ ചിലവിലൊക്കെ തുടങ്ങിക്കണോ. പിന്നെ എന്താ പറയുക, ഓണപരീക്ഷ നീട്ടി വെക്കണം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് എന്താ പറയുക വെക്കേഷനൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണം. അപ്പോൾ അതിനുകൊണ്ട് ആ സമയത്ത് നടത്തുന്ന ഈ മന്തിൽ നടത്തുന്നതാണ് ഞങ്ങൾക്ക് അത്രയും ബെറ്റർ. കാരണം വെക്കേഷൻ ആകുമ്പോൾ അത്യാവശ്യം ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കണം. ഈ ടൈമൊക്കെ ഞങ്ങളെ പോർഷൻസ് കംപ്ലീറ്റ് ആണ്, ഞങ്ങൾ റിവിഷൻ വരെ നടത്തി കഴിഞ്ഞു, ഞങ്ങൾ റെഡിയാണ് എക്സാമിന്. അപ്പോൾ ഇനി അത് മാറ്റി വെക്കുമ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ്, അത് വെക്കേഷനും പോകും. സോ ഞങ്ങൾക്ക് ഈ ഒരു മന്തിൽ തന്നെ 13ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ബെറ്റർ ആയത്. ഞങ്ങൾ രാവിലെയും വൈകുന്നേരമൊക്കെ ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോർഷൻസ് കഴിഞ്ഞ് റിവിഷൻസ് തുടങ്ങി നമ്മൾ എക്സാമിന് ഫുൾ പ്രിപ്പയർഡ് ആണ്. അപ്പോൾ 13th എക്സാം ചെയ്താൽ റെഡിയാണ്. നമുക്കാകെ 2 ദിവസമേ പോയുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല. പ്രളയം ഞങ്ങളെ ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല. പോർഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ഞങ്ങൾ റിവിഷൻ തുടങ്ങിക്കണു. രാവിലെ വൈകുന്നേരം ഫുൾ ക്ലാസ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇല്ല അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല. 13ാം തീയതി വേണം. ഞങ്ങൾക്ക് പോർഷൻസ് തീർന്നു. പിന്നെ ഞങ്ങൾക്ക് ഓണത്തിന്റെ വെക്കേഷൻ എന്താണ് ഫ്രീ ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാണ്ട് ഞങ്ങൾക്ക് ഇതാകണം തോന്നി. അപ്പൊ അതിന് വന്നാ മതി. പരീക്ഷക്കായിട്ട് കാത്തിക്കണേ. നമ്മള് ക്ലാസ് ഒക്കെ എന്താ പറയാ, ഇതിനു മുമ്പ് മിഡ് ടേം എക്സാം കഴിഞ്ഞ് പ്ലസ് ക്ലാസ് അങ്ങനെയൊക്കെ മാറ്റി. അപ്പം ഫുൾ ഇതാണ് നമുക്ക് വൈകുന്നേരം ക്ലാസ്, രാവിലെ ക്ലാസ്. അതുകൊണ്ട് നമ്മളെ പോർഷനൊക്കെ കംപ്ലീറ്റ് ആയി, എക്സാമിന് വെൽ പ്രിപ്പയർഡ് ആണ്. യെസ്, എന്തായാലും അനുമോദ് സൂചിപ്പിച്ച പോലെ തന്നെ മലപ്പുറത്ത് നിന്നുള്ള പെൺകുട്ടികൾ അവർക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്, പരീക്ഷ നടത്തണമെന്ന്. തിരുവനന്തപുരത്ത് നിന്നുള്ള ആൺകുട്ടികൾക്ക് പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടായിരുന്നു. നേരത്തെ അധ്യാപക സംഘടനകളുടെ പ്രതിനിധികളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എങ്കിൽ ഇനി അധ്യാപകർക്കും ഈ വിഷയത്തിൽ പറയാനുണ്ട്, അതുകൂടി ശ്രദ്ധിക്കാം. ഈ അവധി ദിവസങ്ങൾ, പ്രളയത്തെ തുടർന്നുള്ള അവധി, അതേപോലെ സെൻസസ് ഡ്യൂട്ടി, ഇതൊക്കെ അധ്യയനത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയുകൊണ്ട് പലയിടത്തും പാഠഭാഗങ്ങൾ തീർന്നിട്ടില്ല എന്നതുകൊണ്ട് ഓണപരീക്ഷത്തിന് ശേഷം മതി എന്നൊരു അഭിപ്രായം വരുന്നുണ്ട്. എന്താണ് മലപ്പുറം ഗേൾസിന്റെ അവസ്ഥ? സർ, ഇവിടെ ശരിക്കും സത്യത്തിൽ ഈ പറഞ്ഞ 2 റീസണും ഇവിടെ ബാധകമല്ല. ഒന്നാമതായിട്ട് സെൻസസ് ഡ്യൂട്ടി പ്രൈമറി അധ്യാപകർക്കാണ് കിട്ടിയതെങ്കിലും അവർ
ചില സമയത്ത് ഇവിടുന്ന് ക്ലാസ് എടുത്തതിന് ശേഷം മാത്രമേ സെൻസസ് ഡ്യൂട്ടിക്ക് പോകാറുള്ളൂ. ഇടയ്ക്ക് അവർ ഉച്ചയ്ക്ക് മോർണിംഗിൽ സെൻസസ് ഡ്യൂട്ടിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ക്ലാസ് എടുക്കാറുണ്ട്. അതായത് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് തന്നെയാണ്. ഇല്ലാത്ത സമയങ്ങളിൽ ഇവിടെ അവർ എങ്ങനെയെങ്കിലും സമയം കണ്ടിട്ട് മറ്റുള്ള അധ്യാപകരുടെ ഏതെങ്കിലും ഒരു അധ്യാപികയോ അധ്യാപകനോ ലീവാണെങ്കിൽ അവരുടെ പീരീഡ് ചോദിച്ച് വന്ന് സീനിയർ അസിസ്റ്റൻറ്റിനോട് രാവിലെ സീനിയറുടെ അസിസ്റ്റൻറ്റിൻ്റെ ചുറ്റും മൊത്തം അധ്യാപകരായിരിക്കും. എന്തിനാന്ന് വെച്ചാൽ അവർ വന്ന് രാവിലെ തന്നെ പറയും ഏതാണോ ഒരു ഒഴിവ് പീരീഡ് ആ ഒഴിവ് പീരീഡ് ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ക്ലാസ്സിലും അവർ മത്സരിച്ച് ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ അത്രത്തോളം എനിക്ക് പ്രതീക്ഷയുണ്ട് ഈ വർഷം. നമ്മുടെ സ്കൂളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഗവൺമെൻറ് സ്കൂൾ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. അതിനേക്കാൾ എത്രയോ പെർസെൻറ്റേജ് A+ൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനും 100% റിസൾട്ട് കൊണ്ടുവരണമെന്നും ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു HM ഞാൻ. അതിൻ്റെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ജൂണിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ പോർഷൻ്റെ ഒരു കാര്യം ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ പോർഷൻ തീരാത്തൊരു പ്രശ്നമേ ഇവിടെ ഇല്ല. ഇവിടെ മോർണിംഗ് ക്ലാസ് ആയിട്ടും ഈവനിങ് ക്ലാസ് ആയിട്ടും നടക്കുന്നതിനാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ പീരീഡുകൾ ചോദിച്ച് വാങ്ങുന്നത് കൊണ്ടും ഇവിടെ ഒരു അധ്യാപകനും ഒരു പോർഷൻ തീരാനില്ല. ഇവിടെ റിവിഷൻ തുടങ്ങിയതുകൊണ്ട് പിന്നെ ഏതെങ്കിലും ഒരു ഇത്തിരി ചെറിയ ഭാഗങ്ങളോ മറ്റോ കംപ്ലീറ്റ് ആക്കാനുണ്ടെങ്കിൽ തന്നെ അത് തിങ്കളാഴ്ച ആകുമ്പോഴേക്ക് തന്നെ എല്ലാവരും കംപ്ലീറ്റ് ആക്കും. ഞാൻ ഓരോ ക്ലാസ്സിൽ പോയിട്ട് മോണിറ്ററിംഗ് നടത്തുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട് ചാപ്റ്റേഴ്സ് എവിടെ എത്തി, തീരാനായിട്ടുണ്ടോ എന്ന് കുട്ടികളോട് അധ്യാപകരോടൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പരീക്ഷ ഓൺ ടൈം തന്നെ നടത്തണമെങ്കിൽ മാത്രമേ ഞങ്ങളുടെ കുട്ടികൾക്ക് ഓണം വെക്കേഷൻ എൻജോയ് ചെയ്യാൻ കഴിയുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.